സോ ഹലോ എവരി വൺ, ഇന്ന് നമുക്ക് ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയെ കുറിച്ച് പഠിക്കാം. ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത് നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചതാണ് അല്ലേ. ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത് ഒരു ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക്കാണ്. ഇപ്പോൾ ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക്ക് എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു സ്റ്റേഷനറി ഫേസ് കാണും, ഒരു മൊബൈൽ ഫേസ് കാണും, പിന്നെ ഒരു കോളവും കാണും അല്ലേ. അപ്പോൾ ഇവിടുത്തെ മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്യാസ് ടാങ്കിനകത്ത് നിറച്ചിരിക്കുന്ന ഗ്യാസസ് ആണ്. അപ്പോൾ നമുക്ക് ഏതെല്ലാം ഗ്യാസസ് മൊബൈൽ ഫേസ് ആയിട്ട് യൂസ് ചെയ്യാം? ഇവിടെ ഹീലിയം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നൈട്രജൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹൈഡ്രജൻ യൂസ് ചെയ്യാം, ആർഗൺ യൂസ് ചെയ്യാം, കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യാം, എയർ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഗ്യാസസ് ആണ് നമ്മൾ സാധാരണയായിട്ട് മൊബൈൽ ഫേസ് ആയിട്ട് ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൊബൈൽ ഫേസിനെ ഓൾറെഡി ഒരു ഗ്യാസ് ടാങ്കിനകത്ത് ഫില്ല് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഗ്യാസ് ടാങ്കിന് തൊട്ട് മേളിലായിട്ട് ഒരു വാൽവ് കാണും. ഈ വാൽവാണ് നമ്മൾ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ വാൽവ് കഴിഞ്ഞിട്ട് ഒരു ഗ്യാസ് ഫ്ലോ കൺട്രോളർ കാണും. ഈ കൺട്രോളറാണ് ഈ ഗ്യാസിന്റെ പ്രഷർ കൺട്രോൾ ചെയ്യുന്നത്. എന്നിട്ട് ഇതുമായിട്ട് ഘടിപ്പിച്ച ഒരു ഗ്യാസ് ട്യൂബ് കാണും. ഈ ഗ്യാസ് ട്യൂബ് നേരെ ചെന്ന് എത്തുന്നത് ഒരു അവനിലാണ്. ഈ അവന്റെ ടെമ്പറേച്ചർ വളരെ ഹൈ ആയിട്ടായിരിക്കും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അവന്റെ തൊട്ട് മേളിലായിട്ട് ഒരു സാമ്പിൾ ഇൻലെറ്റ് കാണും. ഈ സാമ്പിൾ ഇൻലെറ്റ് വഴിയാണ് സാമ്പിൾസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ സാമ്പിൾസ് ആഡ് ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്ക് ഗേഷ്യസ് സാമ്പിൾ ആഡ് ചെയ്യാം, ലിക്വിഡ് സാമ്പിൾ ആഡ് ചെയ്യാം, ഈവൻ സോളിഡ് സാമ്പിൾസും ആഡ് ചെയ്യാം. സോളിഡ് സാമ്പിൾസ് ആണെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സോൾവെന്റിൽ മിക്സ് ചെയ്തിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, ഇനി ഈ സാമ്പിള് ഘടിപ്പിച്ചിരിക്കുന്നത് ഒരു അവനിലാണെന്ന് പറയും. ഈ അവൻ എന്ന് പറയുന്നത് വളരെ ഹൈ ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു അവനാണ് ഓൾറെഡി. എന്നിട്ട് ഈ ഗ്യാസ് ട്യൂബ് ഈ അവനിലെ ഒരു കോളമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ അവനിൽ നമ്മൾ ചെന്ന് എത്തുമ്പോൾ ഈ അവനിൽ പിന്നെ ഉള്ളത് എന്താണെന്ന് പറയുമ്പോൾ ഈ ഗ്യാസ് ട്യൂബ് ഈ അവനിലേക്ക് കണക്ട് ചെയ്യുന്നത് ഒരു ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി കോളം ആയിട്ടാണ്. അപ്പോൾ ഇതൊരു കോളമാണ്. അപ്പം നമ്മുടെ കോളോ എത്തിക്കഴിഞ്ഞു അല്ലെ, മൊബൈൽ ഫേസായി കോളമായി. ഇനി സ്റ്റേഷനറി ഫേസ് മാത്രം അറിഞ്ഞാൽ മതി. ഈ കോളത്തിനകത്താണ് ഓൾറെഡി സ്റ്റേഷനറി ഫേസ് കാണുന്നത്. സ്റ്റേഷനറി ഫേസ് ഓൾറെഡി പാക്ക് ചെയ്തിരിക്കും ഈ കോളത്തിനകത്ത്. ഓക്കെ, സാധാരണയായിട്ട് നമ്മൾ ഇവിടെ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയിൽ യൂസ് ചെയ്യുന്നത് വളരെ ഹൈ ബോയിലിംഗ് പോയിന്റ് ഉള്ള സ്റ്റേഷനറി ഫേസ് ആയിരിക്കും. സച്ചസ് നമ്മൾ ഇവിടെ പറയുന്ന സ്റ്റേഷനറി ഫേസ് ആയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സിലിക്കൺ പോളിമറും അല്ലെങ്കിൽ എത്തിലീൻ ഗ്ലൈക്കോളുമാണ്. അപ്പം ഇത് വളരെ ഹൈ ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ ഈ കോളത്തിനകത്ത് യൂസ് ചെയ്യുന്ന സ്റ്റേഷനറി ഫേസിനും ഹൈ ബോയിലിംഗ് പോയിന്റ് വേണം. ഹൈ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ലിക്വിഡ് സ്റ്റാർട്ട്സ് ടു ബോയിൽ, അതിനെയാണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ടെമ്പറേച്ചറിൽ മാത്രമേ അത് ബോയിൽ ചെയ്യുള്ളൂ. അതിനെയാണ് ഹൈ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ബോയിലിംഗ് പോയിന്റ് ഉള്ള രണ്ട് സ്റ്റേഷനറി ഫേസസ് ആണ് സിലിക്കൺ പോളിമറും എത്തിലീൻ ഗ്ലൈക്കോളും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ ഇവിടെ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയിൽ സ്റ്റേഷനറി ഫേസ് ആയിട്ട് കോളത്തിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോളത്തിനകത്ത് ഓൾറെഡി ഇതിൽ ഏതെങ്കിലും ഒന്ന് പാക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, എന്നിട്ട് ഈ ഗ്യാസ് കോളം, അതായത് ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി കോളം, പിന്നെ ഈ ഓവൻ്റെ വെളിയിലായിട്ട് ഇതുപോലത്തെ ഒരു ഗ്യാസ് ട്യൂബ് വഴി ഒരു ഡിറ്റക്ടറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ഡിറ്റക്ടർ ഒരു റെക്കോർഡറായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ടാവും. റെക്കോർഡറായിരിക്കും ഈ സാമ്പിൾ സില്യൂട്ട് ചെയ്ത് വരുന്നത് റെക്കോർഡ് ചെയ്യുന്നത് ഗ്രാഫ്സ് ആയിട്ട് അല്ലെങ്കിൽ പീക്സ് ആയിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഡിറ്റക്ടർ നമുക്ക് പലതരത്തിലുള്ള ഡിറ്റക്ടേഴ്സ് യൂസ് ചെയ്യാം. ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡിറ്റക്ടർ എന്ന് പറയുന്നത് മാസ് സ്പെക്ട്രൽ ഡിറ്റക്ടറാണ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പ്രൊസീജിയറിലോട്ട് പോകാം. പ്രൊസീജിയർ എന്താണെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഈ ഗ്യാസ് ടാങ്ക് എന്ന് പറയുന്നത് മൊബൈൽ ഫേസ് ആണ് അല്ലേ. അപ്പോൾ ഗ്യാസ് ടാങ്കിൻ്റെ വാൽവ് തുറന്നു കൊടുക്കണം. അപ്പോൾ തുറന്നു കൊടുക്കുമ്പം ഈ ഇതിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന മൊബൈൽ ഫേസ് ഈ വാൽവ് വഴി ഗ്യാസ് ഫ്ലോ കൺട്രോളറിലേക്ക് എത്തുന്നു. അപ്പോൾ കൺട്രോളർ ഈ ഗ്യാസ് ഫ്ലോയിൻ്റെ പ്രഷർ കൺട്രോൾ ചെയ്യുന്നു. ഒരു കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഈ ഗ്യാസ് ഫ്ലോ ചെയ്യുന്നു ഗ്യാസ് ട്യൂബ് വഴി. എന്നിട്ട് അത് ഓവനിലെത്തുമ്പം സാമ്പിൾ ഇൻലെറ്റിലൂടെ സാമ്പിൾ നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ സാമ്പിൾ ഇൻലെറ്റ്, അപ്പോൾ ഇപ്പം ഇത് പറഞ്ഞിരിക്കുന്നത് ഗ്യാസ് ഫ്ലോ കൺട്രോളറിൻ്റെ കാര്യമാണ്. ഇനി ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. എന്താണ് സാമ്പിൾ ഇൻലെറ്റ് അല്ലേ, സാമ്പിൾ ഇൻലെറ്റ്, ഇതാണ് സാമ്പിൾ ഇൻലെറ്റ്. അപ്പോൾ സാമ്പിൾ ഇൻലെറ്റിൽ നമ്മൾ ഇതുപോലെ സാമ്പിൾസ് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ സാമ്പിൾ ഇൻലെറ്റ് എവിടെയാണ് കാണുന്നത്? അവനിലാണ് അല്ലേ. അപ്പോൾ ഈ അവൻ വളരെ ഹൈ ടെമ്പറേച്ചറിലാണ് ഈ അവൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാമ്പിൾ നമ്മൾ ഏത് സാമ്പിൾ ആഡ് ചെയ്താലും ഉടനെ തന്നെ അത് വേപ്പറൈസ്ഡ് ആയിപ്പോവും. അപ്പോൾ വേപ്പറൈസ്ഡ് ആകുമ്പം തൊട്ട് പിന്നാലെ തന്നെ ആര് വരുന്നുണ്ട്? ഈ മൊബൈൽ ഫേസ് വരുന്നുണ്ട് അല്ലേ. ഈ മൊബൈൽ ഫേസ് ഈ സാമ്പിളിനെ കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഒഴുക്കും, ഫ്ലോ ചെയ്യിക്കും. ഫ്ലോ ചെയ്തിട്ട്
മൊബൈൽ ഫേസിൻ്റെ കൂടെ ഈ വേപ്പറൈസ്ഡ് സാമ്പിൾ ഒഴുകി എവിടെ എത്തുന്നു? ഈ GC കോളത്തിനകത്ത് എത്തും. അപ്പോൾ GC കോളത്തിനകത്ത് എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? GC കോളത്തിനകത്ത് ഈ സാമ്പിൾ എത്തിക്കഴിഞ്ഞു. ഇതാണ് സാമ്പിൾ. GC കോളത്തിനകത്ത് സാമ്പിൾ എത്തിക്കഴിഞ്ഞു. അതാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. കണ്ടോ? അങ്ങനെ 3 സാമ്പിൾസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്ന് ഗ്രീൻ കളറിലെ, ഒന്ന് ബ്ലൂ കളറിലെ, ഒന്ന് റെഡ് കളറിലെ. കണ്ടോ? അപ്പോൾ സാമ്പിൾസ് ഇതുപോലെ GC കോളത്തിനകത്തൂടെ ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങും. GC കോളത്തിനകത്ത് എന്തുണ്ട്? ഈ ഓവൻ വളരെ ഹൈ ടെമ്പറേച്ചറിൽ വെച്ചിരിക്കുകയാണ്. GC കോളത്തിനകത്ത് സ്റ്റേഷനറി ഫേസും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? വളരെ പെട്ടെന്ന്, അതായത് ലോ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ പെട്ടെന്ന് തന്നെ ബോയിൽ ചെയ്യുന്ന മോളിക്യൂൾസും പിന്നെ വളരെ സ്മോൾ മോളിക്യൂൾസും ആദ്യം തന്നെ ഫാസ്റ്റായിട്ട് ഇലൂട്ട് ചെയ്ത് മൊബൈൽ ഫേസിൻ്റെ കൂടെ ഒഴുകാൻ തുടങ്ങും. കണ്ടോ ഇതിൽ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യം പോകുന്ന മോളിക്യൂൾ ഏതാണ്? ആദ്യം സ്പീഡിൽ മൂവ് ചെയ്യുന്നത് ഏതാണ് കാണിച്ചിരിക്കുന്നത്? റെഡ് കളറിലുള്ള മോളിക്യൂൾസ് ആണ് അല്ലേ? അപ്പോൾ ഈ റെഡ് കളറിലുള്ള മോളിക്യൂൾസ് സ്മോൾ മോളിക്യൂൾസ് ആയിരിക്കും. മാത്രമല്ല ഇതിൻ്റെ ബോയിലിംഗ് പോയിന്റ് വളരെ ലോ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ മോളിക്യൂൾസ് ആയിരിക്കും ഈ മൊബൈൽ ഫേസിൻ്റെ കൂടെ ഒഴുകിപ്പോകുന്നത്. അപ്പോൾ മൊബൈൽ ഫേസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്ത് ഇതുപോലെ ഡിറ്റക്ടർ വഴി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഈ മൊബൈൽ ഫേസിൻ്റെ കൂടെ ആദ്യം പോകുന്നത് ലോ മോളിക്കുലാർ സൈസുള്ള അല്ലെങ്കിൽ സൈസ് കുറഞ്ഞ മോളിക്യൂൾസും ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ള മോളിക്യൂൾസും ആയിരിക്കും. അപ്പം അങ്ങനെ ഈ 2 ആസ്പെക്റ്റ് അനുസരിച്ച്, അതായത് മോളിക്കുലാർ സൈസും പിന്നെ ബോയിലിംഗ് പോയിന്റിൻ്റെ ഡിഫറൻസ് അനുസരിച്ച് ഇതുപോലെ മോളിക്യൂൾസും സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പം അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വരുന്ന മോളിക്യൂൾസിനെ കണ്ടോ? അപ്പം മറ്റേ 2 ബ്ലൂവും റെഡ് കളറിലുള്ള മോളിക്യൂൾസ് ആദ്യം പോയി കഴിഞ്ഞു. പിന്നെ ഗ്രീൻ കളറിലുള്ള മാത്രമാണ് ഇപ്പം റീറ്റെയിൻ ചെയ്യുന്നത്. കണ്ടോ? അപ്പോൾ ഈ ഗ്രീൻ കളറിലുള്ള മോളിക്യൂൾസ് എന്തുകൊണ്ടാണ് റീറ്റെയിൻ ചെയ്യുന്നത്? എവിടെയാണ് റീറ്റെയിൻ ചെയ്യുന്നത്? സ്റ്റേഷനറി ഫേസിൽ. എന്തുകൊണ്ടാണ്? കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്. ഇത് പെട്ടെന്ന് ബോയിൽ ആകുന്നില്ല. ഓക്കെ. രണ്ടാമത്തെ റീസൺ, ഇത് ലാർജ് മോളിക്യൂൾസ് ആണ്. അപ്പോൾ ഈ 2 റീസൺസ് കൊണ്ട് ഇത് സ്റ്റേഷനറി ഫേസിൽ അഡ്ഹർ ചെയ്ത് നിൽക്കും. ഇത് ലാസ്റ്റ് സെപ്പറേറ്റ് ആയി പോവുകയുള്ളൂ. ഇത് ലാസ്റ്റ് ആയിരിക്കും ഈ ഒരു ഗ്രീൻ കളറിലെ മോളിക്യൂൾസ് സെപ്പറേറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് മോളിക്യൂൾസ് ഇവിടെ സെപ്പറേറ്റഡ് ആകുന്നത്. കണ്ടോ? അപ്പോൾ ഇവിടെ സൈസ് അനുസരിച്ചും പിന്നെ ബോയിലിംഗ് പോയിന്റ് അനുസരിച്ചുമായിരിക്കും സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ തന്നെ ഇതുപോലെ ഡിറ്റക്ടർ ഈ മൊബൈൽ ഫേസിലുള്ള സാമ്പിൾസിനെ ഡിറ്റക്ട് ചെയ്യുന്നു. അതിങ്ങനെ റെക്കോർഡർ വഴി റെക്കോർഡ് ചെയ്യുന്നു. റെക്കോർഡ് ചെയ്യുമ്പോൾ നോക്കൂ, ഇത് ആദ്യം എത്തിയത് ഈ നീല പീക്കാണ്. കണ്ടോ? ഓക്കെ, ഇവിടെ തിരിഞ്ഞ് ഓക്കെ, ആദ്യം എത്തിയത് ഈ റെഡ് പീക്കാണ്. കണ്ടോ? റെഡ് പീക്കാണ് ആദ്യം എത്തിയത്. പിന്നെ എത്തിയത് ഈ എന്താണ്? ബ്ലൂ പീക്കാണ്. നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ് എക്സാമ്പിൾ. അപ്പം റെഡ് പീക്ക് ആദ്യം എത്തിയ റെഡ് പീക്കായിട്ട് കാണിച്ചത് എന്താണ്? ആ റെഡ് മോളിക്യൂൾസ് ആണ്. റെഡ് മോളിക്യൂൾസ് സ്മോൾ മോളിക്കുലാർ സൈസ് ഉള്ളതും പിന്നെ ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ളതും ആയിരുന്നു. അതുകൊണ്ട് അത് പെട്ടെന്ന് എത്തി. പിന്നെ എത്തിയത് അതിനെക്കാട്ടിലും കുറച്ചും കൂടെ എന്താണ്, ലാർജ് ആയിട്ടുള്ള മോളിക്യൂൾസും കുറച്ചും കൂടെ ഹൈ ബോയിലിംഗ് പോയിന്റ് ഉള്ളതുമാണ്. അതാണ് ബ്ലൂ. ലാസ്റ്റ് ആയിരിക്കും ഗ്രീൻ എത്തുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഇത് സെപ്പറേറ്റഡ് ആകുന്നത്. അതിങ്ങനെ റെക്കോർഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗ്യാസ് ക്രോമാറ്റോഗ്രഫിയുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എനിവേ, താങ്ക്സ് അലോട്ട് മൈ ഡിയർ സ്റ്റുഡൻസ് ഫോർ യുവർ പേഷ്യന്റ് ലിസണിങ് ആൻഡ് കോർപ്പറേഷൻ. താങ്ക് യു.